രണ്ടും മീഡിയം ഡിഫറൻസ് ഉണ്ട്. രണ്ട് ഡൊമൈനാണ് നോക്കുന്നത്. പക്ഷേ പരസ്പരം ബന്ധം മീഡിയമായി മീഡിയയും ബന്ധമുണ്ട്. പിന്നെ കേരളത്തിൻ്റെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ കേരളത്തിലെ ചരിത്ര സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് മീഡിയ, എങ്ങനെയാണ് സാഹിത്യം അടയാളപ്പെടുത്തിയത് എന്നൊരു അന്വേഷണത്തിലേക്ക് അങ്ങനെ പോകുമ്പോൾ സാഹിത്യത്തെയും ചരിത്രത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പഠനം, ചരിത്ര പഠനത്തിൻ്റെ മെത്തഡോളജി ഉപയോഗിച്ച് സാഹിത്യ പഠനത്തിൻ്റെ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് ചരിത്ര രചനകളെ പഠിക്കുന്ന രീതികൾ ഗവേഷണത്തിൻ്റെ എല്ലാവരുടെ ഗവേഷണത്തിൻ്റെ എല്ലാവർക്കും നല്ല ധാരണയുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫി എന്ന ഒരു പഠന മേഖല കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ സാഹിത്യ ചരിത്ര പഠന പദ്ധതികളിൽ രൂപപ്പെടുന്നത്. സാഹിത്യ ചരിത്ര വിജ്ഞാനിയും എന്നൊരു ജയം അത് മലയാളത്തിൽ ആ ഒരു ജയമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അംഗമായിട്ട് പറയുന്നതേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യം വേറെയാണ്, സഞ്ചാരം വേറെയാണ്. അപ്പോൾ സാഹിത്യ ചരിത്ര വിജ്ഞാനിയം എന്നത് പലതരത്തിലുള്ള സാഹിത്യ ചരിത്ര രചനകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫി എന്ന ഒരു ഡിസിപ്ലിനിൽ നിന്നുകൊണ്ട് സാഹിത്യ ചരിത്രങ്ങളെ വീണ്ടും എഴുതാൻ തുടങ്ങിയപ്പോൾ അതിനകത്തേക്ക് കയറി വന്ന കുറേ മാറ്റമുണ്ട്. സാഹിത്യത്തെ സംബന്ധിച്ചുള്ള വളരെ ഈ അനലൈസ് ചെയ്യപ്പെട്ട കുറേ കാരണങ്ങൾ സാഹിത്യത്തിൻ്റെ ചരിത്ര രചനകളെ സംബന്ധിച്ച് മലയാളത്തിൽ ഉണ്ടായിരുന്നതെല്ലാം പൊളിച്ചെഴുതാനുണ്ടായ ഒരു സാഹചര്യം ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫി എന്ന ഒരു ഡിസിപ്ലിൻ സാഹിത്യത്തിൻ്റെ അന്വേഷണത്തിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പം സാഹിത്യ ചരിത്രങ്ങൾ നിർമ്മിക്കുന്നതിന് നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ രീതിശാസ്ത്രങ്ങളും അതിൻ്റെ പാരമ്പര്യ ബോധങ്ങളും അതിനെ സംബന്ധിച്ച എല്ലാ കാഴ്ചപ്പാടുകളും എങ്ങനെ സാഹിത്യം ഒരു സാഹിത്യ രൂപം, ഒരു ജാനർ എന്നുള്ളത് നമ്മൾ പിന്നെ കഥ, കവിത, നോവൽ ഇതെല്ലാം സാഹിത്യ രസം ഇതെല്ലാം പല ചരിത്ര കാലയളവുകളിൽ എങ്ങനെ പരിണമിച്ചു വന്നു, ഇതിനെക്കുറിച്ചൊക്കെ സാമ്പ്രദായികമായ കാഴ്ചപ്പാടുകളൊക്കെയും സാഹിത്യ ചരിത്ര വിജ്ഞാനത്തിലൂടെ ബ്രേക്ക് ചെയ്തെടുക്കാൻ പറ്റി. അത് പറയാൻ കാരണം ഇപ്പോൾ പണ്ട് കവിത എന്ന് പറയുന്ന കാവ്യം, മലയാള സാഹിത്യ ചരിത്രത്തിലെ കാവ്യം എന്ന് പറയുന്നത് പെട്ടെന്ന് മനുഷ്യരുടെ മനസ്സിലും പാഠ്യപദ്ധതികളിലും സിലബസുകളിലൊക്കെയും പല അക്കാഡമിക് കോൺവെർസേഷനിൽ ഏറ്റവും ആദ്യം കയറി വരുന്ന പേരുകൾ, ഖണ്ഡകാവ്യം, മഹാകാവ്യം, ഇതിനൊക്കെയുള്ള പേരുകൾ അത് ബ്രേക്ക് ചെയ്ത് ഉദാഹരണമായിട്ട് പറഞ്ഞു കവിത, പദ്യം എന്നുള്ള ടേം പോലും ഒഴിവാക്കി കവിത എന്ന ഒരു ടേമിലേക്കുണ്ടായ പരിവർത്തനം. അതിനർത്ഥം അതൊക്കെ ചരിത്രത്തിൻ്റെ ചരിത്ര കേന്ദ്രിതമായ പഠന പദ്ധതികൾക്ക് വലിയ സ്ഥാനമുണ്ട്. അല്ലാതെ ഒരു സ്വഭാവത്തിൽ ഇവിടുത്തെ എഴുത്തുകാരെല്ലാം ഈ ഒരു സ്റ്റൈൽ അങ്ങോട്ട് മാറാം എന്ന് വെറുതെ എന്ന് തോന്നുകയില്ല. ആ തോന്നലിലേക്ക് ഇവിടുത്തെ എഴുത്തുകാർ വരാൻ കാരണമായത് അവരുടെ ചരിത്രാഭിമുഖ്യമാണ്. പിന്നീടാണ് ഇത് എഴുത്തിനകത്ത് ഈ മാറ്റം ഉണ്ടാകുന്നത്. 20ാം നൂറ്റാണ്ടിലാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പല ഘട്ടത്തിലാണ് ആ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊരു വശത്തോടെ സംഭവിക്കുമ്പോൾ പാഠ്യപദ്ധതികളിൽ, ഗവേഷണ മേഖലയിൽ ഒക്കെ ചരിത്രത്തിൻ്റെ ഒരു പ്രസൻസ് കൂടി, അതായത് ചരിത്രത്തെ അറിഞ്ഞുകൊണ്ട്, കേരള ചരിത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട്, സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ സാമൂഹ്യ ജീവിതം എങ്ങനെ പരിണമിച്ചു എന്ന് കൃത്യമായ ചരിത്രപരമായ സൂക്ഷ്മ വിശകലനത്തിലൂടെ ആ തിരിച്ചറിവുകളിൽ നിന്നുകൊണ്ട് സാഹിത്യത്തിൻ്റെ രൂപമാതൃകകളെയൊക്കെ പൊളിച്ചെടുക്കും. ഈ ജാനറിന് തന്നെ അതിൻ്റെ ഫോം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് കൃത്യമായ രൂപത്തിൽ എഴുതുന്ന ഇന്ന ഭാഷ വാക്കുകൾ ഉപയോഗിക്കണം, മറ്റ് വാക്കുകളൊന്നും പ്രത്യേക തരത്തിലുള്ള ജനവിഭാഗം ഉപയോഗിക്കുന്ന വാക്കുകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ
പലതരത്തിലുള്ള ജലങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള നിഷ്കർഷകൾ. ഈ നിഷ്കർഷകളുടെ നിയമാവലികൾ സാഹിത്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സാഹിത്യസാഹിത്യം, അലങ്കാര കാവ്യശാസ്ത്രം, രസധ്വനിവാദങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാവ്യ സിദ്ധാന്തങ്ങളൊക്കെ സാഹിത്യത്തിലുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ പല ഭാഷകളിലെ സാഹിത്യ സിദ്ധാന്തങ്ങളുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മീഡിയം കൾച്ചറിൽ വരുന്ന കേരളം ഉൾപ്പെടെയുള്ള ഭാഷകളിലൊക്കെ ഈ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സിദ്ധാന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സാഹിത്യം രചിച്ചിരുന്ന ഒരു സമീപന രീതി, അത് തികഞ്ഞ് ചരിത്രത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപന രീതിയാണ്. അപ്പം ചരിത്രത്തെ അറിഞ്ഞുകൊണ്ട് ചരിത്രത്തിലുണ്ടായ പലതരത്തിലുള്ള മാറ്റങ്ങളെയും സാമൂഹ്യ ജീവിത പ്രകൃതികളെയൊക്കെ കണ്ടുകൊണ്ട് വന്ന ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് എല്ലാ രംഗത്തും ഞാൻ കവിതയുടെ എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ. ഈ ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ അതിന് ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിനോട് ട്രാൻസ്ലേഷൻ, കാരണം ഇവിടെ ചരിത്രവിജ്ഞാനീയപരമായ അതികഥനം പലർക്കും പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ചരിത്രബോധത്തിൽ നിന്നുകൊണ്ട് ഭാവനയെ, കാരണം ഫിക്ഷൻ എപ്പോഴും ഭാവനയാണ്, ഭാവനയിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ സാഹിത്യത്തിൻ്റെ ഏതൊരു ജനസിലും ഏതൊരു രചനയിലും ചരിത്രബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് അത് എഴുതി എന്ന് അവകാശപ്പെടുമ്പോൾ പോലും അതിനകത്ത് ഭാവനയുണ്ട്. പക്ഷെ ആ ഭാവന എന്ന് പറയുന്നത് ചരിത്രത്തോട് നീതി പുലർത്തുന്നതാണോ അല്ലയോ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ചരിത്രവിജ്ഞാനീയപരമായ അതികഥനം എന്ന് പറയുന്നതിനകത്ത് ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നറേറ്റീവ്സ് ഒരു, അതായത് എന്ത് ഭാവനയെ രൂപപ്പെടുത്തുമ്പോൾ പോലും അത് ചരിത്രാധിഷ്ഠിതമായ ചില ബോധ്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു ആവിഷ്കാരമായി മാറാനുള്ള ശ്രമം അത് എഴുത്തുകാരുടെ ഇടയിലേക്ക് വന്നു. അതുപോലെ പരമ്പരാഗതമായ ചരിത്രത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ജ്ഞാന സംവാദങ്ങളിലും എന്തൊക്കെയാണോ പാരമ്പര്യ ബോധങ്ങളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വന്നത് അത് സാഹിത്യത്തിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാലഘട്ടത്തിൽ ഭരണകൂടം എന്ന് പറയുന്ന ഒരു സങ്കല്പം വരുന്നിടത്ത്, അല്ലെങ്കിൽ ഭരണം ഭരിക്കുന്നവർ ഭരിക്കപ്പെടുന്നവർ എന്നൊരു കാഴ്ചപ്പാട് വരുമ്പോൾ പെട്ടെന്ന് കുറേ അധികം കാലത്ത് സാഹിത്യത്തിൽ നിലനിന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ആദ്യ ദശകം വരെ നിലനിന്നിരുന്ന രാജാധിപത്യം, ഏകാധിപത്യം, അങ്ങനെ ഒരു ബോധമാണ്. പിന്നീടാണല്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം അങ്ങനെ ബോധത്തിൽ നിന്നുകൊണ്ടുള്ള സങ്കല്പം. എന്ന് പറയുമ്പോൾ ഭരണസമൂഹം, ഭരിക്കുന്നവർ ഭരിക്കപ്പെടുന്നവർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ജനാധിപത്യ ബോധം വന്നു ചേർന്നത് പിന്നീടാണ്. പക്ഷേ ഈ ഒരു ജീവിതചര്യ സമൂഹത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടും ദീർഘകാലം, എത്രയോ ദശകങ്ങൾ രാജ്യം എന്നൊരു ടേം കേൾക്കുമ്പോഴേ തന്നെ അവിടെ രാജാവ്, പ്രജാസമൂഹം എന്നൊരു സംഘത്തിലേക്ക് ജനപ്രതിനിധി സഭയെന്നോ പൗരസമൂഹമെന്നോ എന്ന ബോധം രാജ്യം എന്ന ഒരൊറ്റ ടേമിൻ്റെ റെപ്രസെൻറ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ എന്ന ഒരു എഴുത്ത് രീതി, ഒരു സമീപന രീതി സാഹിത്യത്തിലേക്ക് വന്നപ്പോൾ അത് നോവൽ കഥയിലും മാത്രമല്ല, കവിതയിലും സിനിമയിലും എല്ലായിടത്തും കയറി വന്നിട്ടുണ്ട്. ജീവചരിത്രങ്ങളെ, യാത്രാ വിവരണങ്ങൾ എഴുതുമ്പോൾ എല്ലായിടത്തേക്കും അത് കയറി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ചരിത്രവിജ്ഞാനീയപരമായ ഒരു എഴുത്ത്. അതുപോലെ തന്നെ ഒരേ ഇൻസിഡൻറ്റിനെ തന്നെ പല പെർസ്പെക്റ്റീവ് കാണാനുള്ള ഒരു മനസ്സ്, അങ്ങനെയുള്ളൊരു മനോഭാവം. അതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഉദാഹരണത്തിന് ട്രഡീഷണൽ ഹിസ്റ്റോറിക്കൽ ഡിസ്കോഴ്സസ്, അതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഗതി, യാത്രയെഴുത്തുകൾ, ട്രാവൽ ലിറ്ററേച്ചർ, ട്രാവലോഗ് എന്നൊക്കെ പറയുന്ന യാത്രാ വിവരണം, സഞ്ചാര സാഹിത്യം എന്നൊക്കെ പറയുന്ന ഒരു ജ്ഞാനമുണ്ടല്ലോ. സാഹിത്യ ഒരു എഴുത്ത് രൂപമാണ്, എഴുത്ത് മാതൃകയാണ്. അത് ഒരു പരിധി വരെ നിലനിൽക്കുന്ന, അത് എഴുതപ്പെട്ട കാലത്ത് അവരെവിടെയാണോ സഞ്ചരിച്ചെത്തിയത് ആ ഇടത്തോട് ഒരു പരിധി വരെ നീതി പുലർത്തുന്ന രീതിയിലാണ് ഈ രചയിതാവിൻ്റെ മനോഭാവം. എപ്പോഴും അങ്ങനെയാണ്.
ആ നാടിനെ എങ്ങനെ കണ്ടു, ആ നാട് എനിക്കെന്ത് ബോധ്യം തന്നു എന്ന ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് എഴുതുക. ഞാൻ അടുത്ത കാലത്ത് ശ്രദ്ധിച്ച ഒരു സംഗതി, ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്ത 3 എഴുത്തുകാർ, ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്ത 3 എഴുത്തുകാർ ഓർമ്മയുണ്ടാവില്ലേ? നമ്മുടെ എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ പിന്നെ ആഫ്രിക്കൻ യാത്ര, ലൈബ്രറി, ഇതിനകത്തൊക്കെ എല്ലാം ആഫ്രിക്കയിലൂടെ സഞ്ചരിച്ച കുറേ കാര്യങ്ങളിങ്ങനെ നമ്മുടെ വായിക്കുന്നവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരുതരം ഭീതിയും ആകാംക്ഷയും അടുത്തൊന്നും സംഭവിക്കും, അടുത്തൊന്നും സംഭവിക്കും. കാരണം 1950s അത് നമ്മൾ എഴുതുന്നത്, കാരണം 1970s. അപ്പോൾ 50s ആഫ്രിക്കയിലൂടെയുള്ള സഞ്ചാരം ഒന്ന് 50s എസ് കെ പൊറ്റക്കാട് എന്ന മലയാളത്തിലെ ഒരു സാഹിത്യകാരൻ എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ലിറ്റററി ഐഡന്റിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തെ രൂപപ്പെടുത്തിയ കേരള സംസ്കാര സമൂഹം. ആ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഇന്ത്യക്ക് ഒരു ഭരണഘടനയൊക്കെ ഉണ്ടായി. പക്ഷേ അപ്പുറത്തോളൊക്കെ ആൾക്കാർ അതിനകത്തേക്കൊക്കെ ഇറങ്ങി സഞ്ചരിച്ചെഴുതിയോ എല്ലാവരും അങ്ങനെയാണോ നമുക്കറിയില്ല. പക്ഷെ എസ് കെ പൊറ്റക്കാടിനെ അങ്ങനെയാകാറ്. അപ്പോൾ ആ കാലത്ത് പൊതുവെ നമ്മൾ കാണുന്ന എല്ലാ നറേറ്റീവ്സിലുമുള്ള ചില പ്രത്യേകതകൾ അതിനകത്ത്. ഉദാഹരണത്തിന് അതൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ അവനൊരു കാപ്പിരിയാണ്, ഒരു കമ്പനാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ വളരെ പൊളിറ്റിക്കലി നെഗറ്റീവ് ആയിട്ടുള്ള രാഷ്ട്രീയ ശരികേടുകൾ ഉള്ള ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. വ്യക്തിയെക്കുറിച്ച്, വ്യക്തിയുടെ ശരീരത്തെ സംബന്ധിച്ച്, വംശത്തെ വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ രീതി നോക്കുകയാണെങ്കിൽ ഒരുപാട് ബുൾഷിങ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒക്കെ പല 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 പ്രയോഗങ്ങളാണ് അദ്ദേഹം എഴുതി. അപ്പോൾ പിന്നെ ഈ കമ്പൻ്റെ മനസ്സിൽ ആ കമ്പനിൽ നിന്ന് കരയാനേ അറിയും, അവന് ബുദ്ധിയില്ല, അവന് പൊണ്ണക്കടി മാത്രമേ ഉള്ളൂ, അവനൊരു മണ്ടനാണ്. ഇതുപോലെയുള്ള ഒരുപാട് പരാമർശങ്ങൾ എസ് കെ പൊറ്റക്കാടിൻ്റെ എഴുതിനകത്ത് കയറി വരുന്നുണ്ട്. അതേസമയം പിന്നീട് അടുത്തത് ആഫ്രിക്കൻ യാത്ര എഴുതിയ വേറൊരാൾ സഖറിയ എന്ന കഥയും നോവലും ഒക്കെ എഴുതുന്ന ഒക്കെ ആയിരുന്ന മലയാളത്തിൽ സഖറിയയുടെ എഴുത്തിനകത്തേക്ക് വരുമ്പോൾ സഖറിയയുടെ ഒരു ബോധ്യം, അതായത് ആഫ്രിക്കയിലെ ഒരു പ്രദേശത്ത്, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പോയി, അദ്ദേഹം തന്നെ അതിനെ ആ സ്ഥലത്തിൻ്റെ പേര് ഇട്ട് പറയുന്നത് മലയാള ചിന്തയുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്തെത്തുമ്പോൾ ആഫ്രിക്കൻ പ്രദേശത്തേക്ക് യൂറോപ്പിൽ നിന്ന് കുടിയേറിയ കുറേ മനുഷ്യരെ കാണാം. ഈ യൂറോപ്പിൽ നിന്ന് കുടിയേറിയ മനുഷ്യർക്ക് ആഫ്രിക്കൻസിനുള്ള ഒരു മനോഭാവം, യൂറോപ്പിനോട് തന്നെ അവർക്കുള്ള മറ്റൊരു മനോഭാവം. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അവർ വളരെ സ്വത്വപരമായ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് നേരിടുന്ന ഒരു ജനവിഭാഗമാണ്. കാരണം ഒരു പ്രത്യേകമായിട്ട് ഒരു ദേശത്ത് നിന്ന് അവരുടെ പൂർവികൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ നിർബന്ധിതരാവുകയും ചിലപ്പോൾ യുദ്ധത്തിൻ്റെ ഭാഗമായോ കച്ചവടത്തിൻ്റെ ഭാഗമായോ യുദ്ധത്തിൻ്റെ ഭാഗമായോ വന്നവരാണ് കൂടുതൽ. പിന്നെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാവുകയും അവരുടെ മനസ്സിൽ അതിരൂക്ഷമായ വംശബോധം കിടക്കുന്നു. അപ്പോൾ അതിൽ ഒരു യൂറോപ്യൻ വംശജൻ ആഫ്രിക്കൻ സിറ്റിസണായിട്ട് ജീവിക്കുന്നു. അദ്ദേഹവും സഖറിയയും തമ്മിലൊരു കോൺവെർസേഷൻ അദ്ദേഹം എഴുത്തിനെ പറയുകയാണ്. അപ്പാർത്തൈഡിൻ്റെ കാലത്തെ ഗുണങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി സഖറിയയോട് സംസാരിക്കുന്നു. ഇപ്പോൾ അപ്പാർത്തൈഡൊക്കെ മാറി കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയ കാലമൊന്നും ഈ കാലം എന്ന് പറയുന്നത് കെട്ടുപോയ കാലമാണ്. അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം തുടർന്ന് പറയുന്നു. അപ്പാർത്തൈഡിൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഇവന്മാരൊക്കെ ഇവന്മാർക്ക് കൊണ്ട് കൂലിയൊന്നും കൊടുക്കാതെ തന്നെ പണിയെടുപ്പിക്കാൻ പറ്റുമായിരുന്നു. അവന്മാർക്ക് നമ്മളൊക്കെ പേടിയുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഈ ഒരു നറേറ്റീവ് ആ വ്യക്തി പറയുമ്പോൾ സഖറിയയെ പോലെ ഒരു ചരിത്രബോധം ഉള്ള വ്യക്തി ആയതുകൊണ്ടാണ് സത്യം, അതായത് ഈ രചയിതാവിന് ഈ ചരിത്രബോധം ഉള്ളത് കൊണ്ടാണ് ആ ഒരു കൃതിയിൽ അങ്ങനെ അതിനെ എഴുതിയത്. അയാളെ വിമർശിച്ചുകൊണ്ടാണ് എഴുതുന്നത്. അപ്പാർത്തൈഡിൻ്റെ മറ്റൊരു ഭാഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് സഖറിയ അതിനെക്കുറിച്ച് എഴുതുന്നത്. തിരിച്ച് സഖറിയയുടെ സ്ഥാനത്ത് വളരെ പിന്നിൽ കാഴ്ചപ്പാടുള്ള ഒരു തീവ്ര വലതുബോധമോ മറ്റോ ഉള്ള ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ
ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ കാലത്തെ വളരെയധികം അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഈ രചന നിർവഹിക്കുന്നു. അപ്പോൾ അതാണ് ശരിക്കും നമ്മുടെ ഈ ഹിസ്റ്റോറിയോഗ്രാഫിക് ഈ ചരിത്രബോധം ഭാവനാത്മകമായ എല്ലാ രചനകളിലേക്കും വന്നപ്പോഴുണ്ടായൊരു പ്രത്യേകത. ഹിസ്റ്റോറിയോഗ്രാഫിക്ഷനുള്ള കേരളം ഉപയോഗിച്ച ലിറ്ററേച്ചർ അവർ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അപ്പോൾ ആ മേഖലയിൽ ഇതൊക്കെ പറയാൻ കാരണം ലിറ്ററേച്ചറിൻ്റെ മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഗവേഷണങ്ങൾ ചരിത്ര വിജ്ഞാനീയപരമായ ഒരുപാട് ഗവേഷണങ്ങൾ മിക്കവാറും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപാട് റിസർച്ച് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നടത്തുന്നതിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു താല്പര്യത്തിലേക്ക് സാഹിത്യ ഗവേഷകരെ എത്തിച്ചത് ചരിത്ര ഗവേഷകർ നടത്തിയ ഇത്തരം സൂക്ഷ്മ രാഷ്ട്രീയ പഠനങ്ങളിൽ നിന്നാണ്. അതായത് ആൾട്ടർനേറ്റീവ് അത്തരത്തിലൊക്കെയുള്ള രചനകൾ ചരിത്ര ഗവേഷകർ ചെയ്തപ്പോഴാണ് സാഹിത്യ പഠന മേഖലയിൽ അത്തരത്തിലുള്ള മാറ്റം ഉണ്ടായത്. സാഹിത്യ പഠന മേഖലയിൽ അത്തരത്തിലുള്ള മാറ്റം വന്നപ്പോൾ എന്തുണ്ടായി? സംശയിക്കുക എഴുത്തുകാരിലും ആ മാറ്റം ഉണ്ടായി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്ത് നിൽക്കുക. അല്ലാതെ ഒരിക്കലും പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് ഈ ഗവേഷണം കൊണ്ടൊക്കെ എന്താണ് പ്രയോജനം, സൃഷ്ടി സാഹിത്യത്തിലുള്ള ഗവേഷണം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്ത് നിൽക്കുക. ഈ ഗവേഷണ ഫലങ്ങൾ എഴുത്തുകാരെ തിരിഞ്ഞു നിന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കണം. ആ മാറ്റങ്ങളാണ്. അപ്പോൾ ഇത് എല്ലാ തരത്തിലുള്ള ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ സ്ട്രീം സാഹിത്യ ജനസുകൾ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ഈ കാണുന്നതൊക്കെയാണ്. നോവൽ, സ്റ്റോറി, ലിറ്ററേച്ചർ, നാടകങ്ങൾ, ഈ തരത്തിലുള്ള ഒക്കെയാണ് നമ്മൾ പൊതുവെ സാഹിത്യം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ സാഹിത്യം എന്ന് പറയുന്നതിൻ്റെ നിർവചനവും അതിൻ്റെ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഉപമാതൃകകളും ഒക്കെ കുറേ കൂടി ജനകീയമായി മൈക്രോ നറേറ്റീവ്സും പേഴ്സണൽ നറേറ്റീവ്സും ഒക്കെ ഒരുപാട് ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നിരന്തരം ഈ ഗാഡ്ജറ്റുകളൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് അതുമായുള്ള ഒരു പരിചയം എല്ലാ ഗവേഷണത്തിൽ ഒരുപാടുണ്ടാവും. കാരണം ഒരു പ്രത്യേകിച്ച് ഈ പ്രാദേശിക ചരിത്ര പഠനങ്ങൾ പ്രാദേശികതയെ ചരിത്ര പഠനത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുന്നിടത്ത് നിങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും വ്യക്തി ജീവിതാനുഭവം, ജീവിതമെഴുത്ത് എന്ന് പറയുന്ന ഒരു ജ്ഞാനം തന്നെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ജീവിതാനുഭവം ഈ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗീതാഞ്ജലി എന്ന ഒരു സാംസ്കാരിക ഗീതാഞ്ജലി കേരളത്തിലെ ക്രിസ്ത്യൻ പ്രസ്ഥാനത്തിലെ ആക്ടിവിസ്റ്റാണ്. ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ അവർ ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് അവർക്കൊരു തോന്നലുണ്ടാവുകയാണ്. അവരുടെ ഗീതാഞ്ജലി എഴുതിയൊരു അനുഭവം എന്ന് പറയുകയാണ്. ഗീതാഞ്ജലി എന്നൊരു പുസ്തകത്തിലൊന്നും അല്ല എഴുതിയിരുന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് വളരെ കഷ്ടമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഒരു എക്സാമ്പിളൊക്കെ നോക്കണം. അവരുടെ അച്ഛനോട് അവർ പറഞ്ഞു ആലപ്പുഴ ഭാഗത്ത് വളരെ കർഷക തൊഴിലാളി കുടുംബത്തിലുള്ള ആ ഒരു രീതിയിൽ കൂടുതൽ ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഇഷ്ടപ്പെട്ട് ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിലെ ആലപ്പുഴയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാലത്തെ കുറിച്ചൊക്കെ അദ്ദേഹത്തെ മുന്നിൽ പറയുകയാണ്. അപ്പം പുള്ളിക്കാരി അത് എഴുതിയൊരു ബുക്കാക്കി ഭാവിയിൽ അത് കട്ടിയത് സുമതിരാണ് എന്ന് പറയുമ്പോൾ സാധാരണ എങ്ങനെയാണോ നമ്മൾ ഈ സാധാരണക്കാർ കേവല മനുഷ്യർ എന്ന് കരുതിയിരുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ ഓരോരുത്തരും ഇപ്പം ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ചരിത്രം റിസർച്ച് ചെയ്യുന്നവർക്കറിയാം അത് ഓരോ മനുഷ്യരിലൂടെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം ഉണ്ടാവില്ല. ഇത്ര കാലം ചരിത്ര രചനയിലൂടെ കണ്ടത് എന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ കാലത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ സാഹിത്യം എന്ന് പറയുന്നതിനകത്തും ഈ അനുഭവങ്ങൾ പറയുന്നത് തന്നെയും സാഹിത്യമായി മാറുകയാണ്. അനുഭവങ്ങൾ എഴുതി വയ്ക്കുന്നത് സാഹിത്യമായി മാറുകയാണ്. അപ്പോൾ ജീവിതം എഴുത്തിൽ നിന്നുകൊണ്ട് ചരിത്രത്തെയും സമൂഹത്തെയും വിശകലനം ചെയ്യുന്നതിന് മനുഷ്യബന്ധങ്ങൾ
അപ്പോൾ ഇതിനോട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ, സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പോലും പൊതുവെ അതിൻ്റെ സമവാക്യങ്ങളെ സൃഷ്ടിക്കുന്ന വളരെ ഡിസിപ്ലിനറിയായ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ പോലും ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന അനേക കാര്യങ്ങളെ കണ്ടെടുക്കാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സവിശേഷത എന്ന രീതിയിൽ നമുക്ക് പറയാം. അതായത് ഈ പറഞ്ഞത് ഞാൻ ഇതിനകത്ത് ഫോക്ലോർ, അർബൻലോർ തുടങ്ങിയ 2 ടേംസ് കൂടി കാണിച്ചിട്ടുണ്ട്. ഫോക്ലോറിനെ സംബന്ധിച്ചൊരു സെഷൻ ഉണ്ടെന്നാണ് മനസ്സിലായത്. വീഡിയോ നന്നായി മനസ്സിലായി. അപ്പോൾ ഫോക്ലോർ ഒരു സെഷൻ ഉണ്ടെന്ന് കേട്ടു. അർബൻലോർ പരിചയമുള്ളവരുണ്ടോ ഇവിടെ? അർബൻലോർ ഫോക്ലോർ സെഷൻ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് അതിനകത്ത് പേരുമായിരിക്കും അർബൻലോർ പേരുമായിരിക്കും. അർബൻലോർ എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ സംഭവിച്ച ഫോക്ലോറിനെ സംബന്ധിച്ച എന്നാലും സാഹിത്യമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഇന്ത്യയിലെ ഫോക്ലോറിന് സംഭവിച്ച ഒരു വലിയ പ്രശ്നം, അത് കേരളത്തിൻ്റെ പ്രാദേശിക സമൂഹങ്ങൾക്കിടയിലുണ്ടായ എല്ലാത്തരം ജ്ഞാന രൂപീകരണങ്ങളും കളിയും ആവിഷ്കാരങ്ങളാണെന്ന് പറയുമ്പോഴും അതിനെ അതെങ്ങനെയാണോ അത് നിൽക്കുന്നത്, അതിൽ നിന്ന് അതിനെ പുറത്തേക്ക് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള സാമൂഹ്യശാസ്ത്രപരമായ പഠന അന്വേഷണങ്ങൾക്ക് പലരും തയ്യാറാണ്. ഫോക്ലോറിനെ എങ്ങനെ ഫോക്ലോർ എന്ന രീതിയിൽ ഫോക്ലോറിസ്റ്റിക്സ് എന്ന ലെവലിലേക്ക് അതിനെ മാറ്റുന്നില്ല. ആ തരത്തിൽ ആ ഒരു പ്രശ്നം പൊതുവെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഒരുപാട് ഗവേഷണങ്ങളൊക്കെ വേറെ രീതി നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽപ്പെട്ട പല ഫോക്ക് അറിവുകളെയും ആ ഫോക്ക് കലാംശങ്ങളെയും ഒക്കെ സാഹിത്യ പഠനങ്ങൾക്കടുത്ത് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ മെത്തഡോളജി ഉപയോഗിച്ചൊക്കെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വേറെ. പക്ഷേ ഫോക്ലോറിനെ കുറിച്ച് വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് അത് ഗ്രാമീണ ജീവിതം, ഗോത്ര ജീവിതം, അത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നഗരങ്ങളിൽ, അപ്പോൾ അവിടെ പിന്നെ വല്ലാതെ കണ്ടെന്ന് ഗ്രാമീണ ജീവിതത്തെ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് പഴയ സാഹിത്യത്തിന് വളരെ കൂടുതലായിരുന്നു. വളരെ പശ്ചാത്തലമായിട്ടുള്ള സാഹിത്യ കൃതികളും സിനിമ ഗാനങ്ങളെല്ലാം തന്നെയായിരുന്നു. ഇപ്പോൾ പോലും അങ്ങനെയാണ് അല്ലേ? ഗ്രാമീണത എന്ന് പറയുന്നതിന് വല്ലാതെ കണ്ടെന്നോട് കഴിയും. അത്തരം നറേറ്റീവ്സിനുള്ളിൽ ഈ അർബൻ ലൈഫ്, നഗരജീവിതം നയിക്കുന്നവരെല്ലാവരും അകമായി മാറുകയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. സാഹിത്യ മഹത്വവൽക്കരിക്കുന്നിടത്ത് അർബൻ ജീവിതം എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്, നമുക്കറിയാം. ഇപ്പോൾ ഒരു ക്ലാസ് മുറിക്കുള്ളിൽ ചെന്നിട്ട് നമ്മുടെ സിലബസിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഏതെങ്കിലുമൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചേക്കുന്ന കഥയിലും കവിതയിലും ഒക്കെ പരിസരത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പാടത്തെക്കുറിച്ച്, വയലിനെക്കുറിച്ച് പ്രസൻറ്റൊക്കെ തയ്യാറാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ ഫ്ലാറ്റിൽ ജീവിക്കുന്ന കുട്ടികളെല്ലാം തയ്യാറാക്കി വരുന്നത്, നഗരചേരി പ്രദേശത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെങ്ങനെ തയ്യാറാക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളില്ലാത്തതിൻ്റെ പ്രശ്നം ക്ലാസ് മുറിയിൽ അഭിമുഖീകരിക്കുന്നു. അപ്പോൾ അവിടെയാണ് ഈ അർബൻ ജീവിത സാഹചര്യം, അത് ഏത് ക്ലാസ് ജീവിതമാണെങ്കിലും അർബൻ ജീവിത സാഹചര്യങ്ങളിൽ രൂപപ്പെടുന്ന കൂട്ടായ്മകളിൽ, അതായത് ഏതൊരു സമൂഹത്തിനുള്ളിലും ഒരു പ്രത്യേകതരം സമൂഹം എന്ന ബോധത്തിനുള്ളിൽ രൂപപ്പെടുന്ന ജീവിതചര്യകൾ, കലാരൂപങ്ങൾ, അറിവ് രൂപീകരണങ്ങൾ, നോളജ് ഉൽപാദനങ്ങൾ, ഇതെല്ലാം ഫോക്ലോറിനകത്ത് വരും. ഇതേ മട്ടിൽ അർബൻ ലോട്ട് എന്ന് പറയുന്ന ഒരു ജ്ഞാന നിർവൃതി കൂടി, ജ്ഞാനാവസ്ഥ കൂടി, ഒരു ഡിസിപ്ലിൻ കൂടി വികസിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് സാഹിത്യ രചനകൾ ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് അപ്പോൾ ഞാനിത് പറയുമ്പോഴെല്ലാം നിങ്ങളതിൻ്റെ പാരലായിട്ട് ചിന്തിക്കേണ്ടത് അങ്ങനെ ഉണ്ടാകുന്ന സാഹിത്യ ജനുസുകളിൽ നിന്ന്, രൂപങ്ങളിൽ നിന്ന്, കൃതികളിൽ നിന്ന് ചരിത്രത്തെ വായിച്ചെടുക്കാൻ പറ്റും. അതായത് അപ്പടി അങ്ങോട്ട് ആ ലിറ്ററേച്ചർ കംപ്ലീറ്റ് ചെയ്തിട്ട് ചരിത്രം ഉണ്ടാക്കാനുള്ള രീതിയിലല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇതിനേക്കാൾ നിങ്ങൾക്ക് പ്രാക്ടീസുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ അനുസരിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ വേറെ കുറച്ച് എക്സാമ്പിളിലേക്ക് വരാം. പിന്നെ മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ചരിത്ര സാഹചര്യങ്ങളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തത്. കവിതയിൽ, നോവലിൽ, നാടകത്തിൽ, സിനിമയിൽ ഒക്കെ
സ്വാതന്ത്ര്യസമരം ഒരുപാട് പേരുണ്ട്. ഫ്യൂഡലിസം, ജാതീയത, സാമുദായിക കലാപങ്ങളുടെ കർഷക തൊഴിലാളി പ്രക്ഷോഭങ്ങൾ, അടിയന്തരാവസ്ഥ, നക്സൽ മുന്നേറ്റം, പ്രാദേശിക എളുപ്പം എല്ലാവരും പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യും. പക്ഷേ പല കാലത്തെ സാഹിത്യ രൂപങ്ങൾ ഇവയെ എങ്ങനെ സമീപിച്ചു എന്നുള്ളൊരു വിഷയം. ഈ പറഞ്ഞ ചരിത്ര സാഹചര്യങ്ങളെ പല ടൈപ്പ് സാഹിത്യം എങ്ങനെ അതിനെ ആവിഷ്കരിച്ചു എന്നത് ഒരു നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമാണ്. അതിൽ ഞാനൊരു നോവലിൽ വെച്ചുകൊണ്ടൊരു ക്ലാസിഫിക്കേഷൻ, പൊതുവെ നോവലിനെയും കഥയെയും ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു കാലം എന്ന രീതിയിൽ, ജെൻസ് എന്ന രീതിയിൽ അതിനെ തരംതിരിക്കുന്ന ഒരു കാലഘട്ടവും പിന്നെ അവയുടെ സമീപനങ്ങളും വെച്ചുകൊണ്ടുള്ള പൊതുവെ പെട്ടെന്ന് കാണുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനെ തിരിച്ച് മറ്റേതിലേക്ക് പോയിട്ടുള്ള സ്ഥിതിയായിരിക്കും. ചരിത്രാഖ്യായിക എന്ന് പറയുന്നൊരു ടൈം, ചരിത്രത്തെ തന്നെ ചരിത്രാവസ്ഥകളെ തന്നെ ഒരു നോവലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന എഴുത്ത് ശൈലി. ഇവിടെ ആദ്യം കൊണ്ടുവന്ന സി വി രാമൻപിള്ളയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സി വി രാമൻപിള്ളയുടെ കൃതികളൊക്കെ ഉണ്ടല്ലോ, വാർത്താരാജൻ. അപ്പോൾ അന്ന് ആ കൃതികളൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവരുടെയും മനസ്സിൽ ഈ എട്ടുവീട്ടിൽ പിള്ളമാർ, പിന്നെ അതുപോലെ തമ്പിമാർ അല്ലേ, രണ്ട് തമ്പി ജ്യേഷ്ഠാരന്മാരെ, പിന്നെ അതുപോലെ ഇവരൊക്കെ ഒരു നെഗറ്റീവ് ക്യാരക്ടേഴ്സായിട്ട് നമ്മൾ അവരെ അറിയുന്നു. തിരിച്ച് പോസിറ്റീവ് ക്യാരക്ടറായിട്ട് നമ്മളെക്കാളും സാഹിത്യം വാഴ്ത്തി നിർത്തിയിരിക്കുന്ന ഒരാൾ മാർത്താണ്ഡവർമ്മരാജാണ്. അല്ലേ, മാർത്താണ്ഡവർമ്മ രണ്ടുപേരുണ്ട്. സീനിയർ കക്ഷിയുടെ കാര്യമാണ് പറയുന്നത്. ഈ മാർത്താണ്ഡ ഈ അടുത്ത കാലത്ത് സി വി രാമൻപിള്ള എഴുതിയതാണ്. ഈ അടുത്ത കാലത്ത് സലീം മാങ്കുഴി എന്നൊരു നോവലിസ്റ്റ്, എതിർവ എന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അതിൽ പിന്നെ ആറ്റിങ്ങൽ കലാപവും പിന്നെ എട്ടുവീട്ടിൽ പിള്ളമാരും മാർത്താണ്ഡവർമ്മയും ഒക്കെ കഥാപാത്രങ്ങൾ, തമിഴ്നാട്ടിലെ കഥാപാത്രങ്ങൾ വരുന്നു. നേരത്തെ ഒരു 120 വർഷം ഇവിടെ പ്രചരിച്ചിരുന്ന ഈ മാർത്താണ്ഡവർമ്മയും ടീമിനെയും ഒക്കെ ഇങ്ങനെ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിരുന്നത്, അതിന് നേരെ വിരുദ്ധമായ ഒരു രീതിയിലാണ് സലീം മാങ്കുഴി, അദ്ദേഹം വിദ്യാഭ്യാസത്തിനൊക്കെയായിരുന്നു, അദ്ദേഹം ഈ എതിർവ എന്ന് പറയുന്ന നോവലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചരിത്രത്തെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ചരിത്രത്തിൻ്റെ ഡീകൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നു, റീകൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നു, രണ്ടും ഉണ്ടാകും. ചരിത്രത്തെ തന്നെ അവഗണിക്കുകയാണ്. കാരണം ഈ ചരിത്രാഖ്യായിക വായിക്കുമ്പോൾ കുറേ മനുഷ്യർ ചരിത്ര രചനകൾ വായിക്കുന്നതിനേക്കാളും ചരിത്ര രേഖകൾ പരിശോധിക്കുന്നതിനേക്കാളും ഭൂരിപക്ഷം മനുഷ്യരും വായിക്കുന്ന സാഹിത്യമായിരിക്കും. അതിനേക്കാൾ വളരെ കൂടുതലാണ് സിനിമ കാണുന്നത്. ചരിത്ര രേഖകളൊക്കെ പരിശോധിക്കുന്നത് അതിനകത്ത് ഗവേഷണം ചെയ്യുന്നത് മാത്രമല്ല, സാഹിത്യം വളരെ കഴിവായിരിക്കും. സിനിമ അതിനേക്കാൾ കൂടുതൽ. ഈ സിനിമയല്ല, ഇപ്പോഴത്തെ പുതിയ കാലത്താണെങ്കിൽ യൂട്യൂബിനകത്ത് വരുമ്പോഴും ഡെയിലി കാണുമ്പോഴാണ് ഇതെല്ലാം പിഴകളാണ്, ഓരോ മീഡിയയുടെ പിഴകളാണ്, മീഡിയയിലെത്തിയില്ല. അപ്പോൾ ഇതിനൊരു മറുവശം ഉണ്ടായിരുന്നിരിക്കുമോ എന്ന ഒരു ചിന്ത, അത് ചരിത്ര ഗവേഷണത്തിൽ പലപ്പോഴും നിങ്ങൾ എടുക്കാറുള്ള ഒരു സമീപനമാണ്. അതിൻ്റെ മറുവശം എന്തായിരുന്നു? സാഹിത്യത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിന്ത ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല. അത് സാഹിത്യ ഗവേഷണത്തിലാണ്. അത്തരത്തിലുള്ള ഈ ഗവേഷണത്തിനെ പ്രേരിപ്പിച്ചത് സോഷ്യോളജിയിലും ചരിത്രത്തിലെ ചരിത്ര ഗവേഷണങ്ങളാണ് സാഹിത്യ ഗവേഷകരെ അങ്ങനെ പ്രേരിപ്പിച്ചത്. ഇതിൻ്റെ മറുവശത്തെ സത്യത്തെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ കേരളത്തിലാണെന്നല്ല, ലോകത്ത് ഏതെങ്കിലുമൊക്കെ ഭാഷയിൽ ഏതെങ്കിലുമൊക്കെ രാജ്യത്തൊക്കെ അങ്ങനെ നടന്നപ്പോഴാണ് മലയാളത്തിൽ എഴുത്തുക, മലയാളത്തിലെ ഗവേഷണം, മലയാളത്തിലെ സാഹിത്യ പഠനത്തിലും വിമർശന പദ്ധതികളിലൊക്കെ അങ്ങനെ കയറി വന്നത്. അതായത് ഇപ്പം ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതുപോലെ വേറൊരു എക്സാമ്പിൾ പറയാം. പിന്നെ എക്സാമ്പിൾ അപ്പോൾ സി വി രാമൻപിള്ളയുടെ കാര്യമാണ്, സലീം മാങ്കുഴിയുടെ ഒരു എക്സാമ്പിളാണ്. അതേപോലെ സ്മാർത്ത വിചാരം എന്ന് പറഞ്ഞിട്ട് വേറെ എക്സാമ്പിൾ പറയാണ്. സ്മാർത്ത വിചാരം എന്ന് പറയുന്ന ചരിത്രത്തിലുണ്ടായ സംഭവമാണ്. പിന്നെ നമുക്കറിയാം, അതിനകത്ത് നടന്ന അധികാരിക്ക് എന്തായിരുന്നു, ലിംഗ പിന്നെ കൃത്യം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. ഒരുപാട് എഴുത്തുകൾ അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ കെ വി ശ്രീജ എഴുതിയൊരു
രണ്ട് ക്യാരക്ടറായിട്ട് സ്റ്റേജിൽ സെറ്റ് ചെയ്യുന്ന ലൈറ്റിംഗ് വേരിയേഷൻ സ്റ്റേജിനൊക്കെ രണ്ട് ഇടങ്ങളിലായിട്ട് രണ്ട് കാലയളവിലെ ക്യാരക്ടറായിട്ട് കാണുന്നത്. ഒന്ന് അനേകം പേരാൽ ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ട് വീണ്ടും വീണ്ടും അപമാനിതയായി സമൂഹത്തിൽ മുദ്രകുത്തപ്പെട്ട ഒരു അതിജീവിതയായ പെൺകുട്ടി. ആ നോവൽ എഴുതുന്ന കാലത്ത് അതിജീവിത എന്നുള്ള വാർത്ത മലയാളത്തിൽ അങ്ങനെ ഇല്ലയാണ്. അവൾ അതേ നടി തന്നെ ചെയ്യുന്നു. അവര് യഥാർത്ഥത്തിലുള്ള തത്വകുട്ടിയായിട്ട് വരും. അപ്പോൾ രണ്ടുപേരും ഫേസ് ചെയ്തത് ഒരേ തരം ധാർമ്മിക മൂല്യങ്ങൾ, രണ്ടുപേരും ഫേസ് ചെയ്തത് ഒരേ തരം അധികാര നീതി. അതിനകത്ത് ഒരു ഘട്ടത്തിൽ അതിനകത്ത് സവർണം എന്ന് അവകാശപ്പെട്ട ജാതിബോധത്തിൻ്റെ ഒരു ആധിപത്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അധികാരത്തിൻ്റെ ചിലപ്പോൾ അതിനകത്ത് പിന്നെ നീതിന്യായങ്ങളുണ്ടാവാം, പോലീസ് ഉണ്ടാവാം, ബ്യൂറോക്രസി ഉണ്ടാവാം, രാഷ്ട്രീയ കക്ഷികളുടേതായിട്ടുള്ള ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ളൊരു ക്ലാസ് അതിൻ്റെ ആധിപത്യ സ്വഭാവം മറ്റൊക്കെ അനുഭവിക്കുക. അപ്പം ആ തരത്തിലുള്ള ഒരേ ചരിത്ര സാഹചര്യത്തിൽ തന്നെ പലതരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് സാഹിത്യത്തിൽ പല രീതിയിൽ ഉണ്ടാവും. ഇതും ഈ ചരിത്ര ബോധത്തിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ ഈ നവോത്ഥാനം എന്നൊരു ചരിത്ര കാലഘട്ടത്തെ നവോത്ഥാനം എന്ന് പറയുന്ന ചരിത്ര കാലയളവിലാണ് കേരളത്തിലെ തൊഴിലാളി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയെയും പിന്നെ ഒരു പൗരൻ എന്നൊരു സിറ്റിസൺ എന്ന ഒരു ഐഡൻറ്റിറ്റിയെയും അംഗീകരിച്ചുകൊണ്ടുള്ള പരിഗണിച്ചുകൊണ്ടുള്ള എഴുത്തുകൾ അധികം ഉണ്ടായത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. കേട്ടിട്ടുണ്ടാവും കേശവദേവിൻ്റെയും കാവലിയുടെയും വളരെയധികം പേരുടെ എഴുത്തുകളൊക്കെ ആ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. പിന്നീട് ഉണ്ടായതാണ് ആധുനികത. ആധുനികതയിൽ വരുമ്പോഴേക്ക് ഈ ചരിത്രബോധം, സാമൂഹ്യ ബോധം, നവോത്ഥാനം ഉണ്ടാക്കി വെച്ച ചരിത്ര സാമൂഹ്യ ബോധങ്ങളിൽ നിന്ന് അതൊക്കെ അവിടെ തന്നെയുണ്ട്. പക്ഷേ ഈ ചരിത്ര സാമൂഹ്യ സാഹചര്യങ്ങളിൽ വ്യക്തി കുറേ ഒരു പേഴ്സണലിസ്റ്റ് ക്യാരക്ടേഴ്സ്, വ്യക്തി എങ്ങനെയാണ് സംഘർഷങ്ങൾ അനുഭവിക്കുന്നത്. അല്ലാതെ വലിയൊരു പ്രശ്നം ഈ MD ഒക്കെ എഴുതി വന്നപ്പോഴത്തേക്കും ഇവിടെ ഭൂപരിഷ്കരണം നടത്തിയതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകും തോന്നുന്ന തരത്തിലുള്ള രചനകൾ ഇവിടെ ഉണ്ടാകും. ഭൂപരിഷ്കരണമേ നടത്താൻ പാടില്ലായിരുന്നു എന്ന് തോന്നൽ ഉണ്ടാക്കുന്ന രചനകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ നവോത്ഥാന ആധുനികതയുടെ രചനയുടെ ഒരു കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊക്കെ ചരിത്രത്തെ ഒരു പശ്ചാത്തലമാക്കി നിർത്തി എന്നുള്ളതാണ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ കാലത്തൊന്നും സാഹിത്യത്തിൽ നിന്നുകൊണ്ട് ചരിത്രത്തിൻ്റെ ബദലുകളെ സൃഷ്ടിക്കാൻ കഴിയില്ല. അത് ഉത്തരാധുനികതയുടെ കാലത്താണ് ഉണ്ടായത്. ചരിത്രത്തിൻ്റെ ബദലുകളെ സൃഷ്ടിക്കാൻ അവയ്ക്ക് കഴിയും. ഉത്തരാധുനികതയുടെ കാലത്ത് അവിടെയാണ് സൂക്ഷ്മ രാഷ്ട്രീയം, രണ്ടാം തരത്തിലുള്ള അതിലേക്ക് കുറച്ച് ഗെയിംസ് കാണിച്ചു തരാം. ഇപ്പം ഈ പറഞ്ഞ പേരുകളല്ലേ MD കാക്കനാട്, OV വിജയൻ, P. വത്സല, ഈ പറഞ്ഞ പേരുകാരെല്ലാവരും ഇവർ പിന്നെ ആധുനികതയുടെ കാലത്തും ഉത്തരാധുനികതയുടെ കാലത്തൊക്കെ എടുത്ത് നിന്നവരായിരുന്നു. അവരുടെ രചനകൾ കേരളം വളരെയധികം കയറി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് MDയും കാക്കനാടും OV വിജയനും ഒക്കെ കേരളത്തെ ചിത്രീകരിച്ചതുപോലെയല്ല P. വത്സലയും സാറാ ജോസഫും NS മാധവനൊക്കെ കേരളത്തിലെ ജനജീവിതത്തെ ഐഡൻറ്റിറ്റിയോട് പല മനുഷ്യരുടെ ഐഡൻറ്റിറ്റിയെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഒരു വേസ്റ്റേൺ സാഹിത്യം ആരെയൊക്കെയാണോ അതറാക്കിയത് അതിനെയൊക്കെ എടുത്തു വെച്ചുകൊണ്ടുള്ള ഒരു എഴുത്തിലേക്ക് ഇവരാണ് സഞ്ചരിച്ചത്. P. വത്സല എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഗോത്ര മേഖലയിലെ മനുഷ്യരുടെ ജീവിതത്തെ മെയിൻസ്ട്രീമിലേക്ക് കൊണ്ടുവന്ന എഴുത്താണ്. സാധാരണ സമയത്തെ കാര്യം അറിയാമല്ലോ, സമയം ഞാൻ കളയുന്നു. വീഡിയോ കിട്ടിയില്ലേ? കവിതയുടെ ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും ആദ്യകാലത്തൊരു 20ാം നൂറ്റാണ്ടിൻ്റെ ഒരു ആദ്യത്തെ ദശകം വരെ 19ാം നൂറ്റാണ്ടിലെല്ലാം കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാകാവ്യം, ഖണ്ഡകാവ്യം, വിലാപകാവ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പുരാണ കഥകൾ മാത്രം. ചരിത്രം മനുഷ്യരുമായിട്ട് ജനജീവിതമായിട്ടൊന്നും ഒരു ബന്ധമാണ്. പിന്നീട് വിവർത്തനത്തിൻ്റെ ഒരു രീതിയിലുണ്ട്. അവിടെയും മനുഷ്യ ജീവിതമായിട്ട് സാധാരണ മനുഷ്യരുടെ ജീവിതമായിട്ട് ഒരു ബന്ധമുണ്ടായില്ല. അതുകൊണ്ടാണ് ഇത് പാഠ്യപദ്ധതികളിലും ഗവേഷണങ്ങളിലും പിന്നെയും 21ാം നൂറ്റാണ്ടിൽ വരെ അവർക്ക് കയറുന്നത് ഇപ്പോഴും കയറി വരുന്നുണ്ട്. ഫാഷിസത്തിൻ്റെ യുക്തികൾ എന്നൊക്കെ പറയുന്ന രീതി ഞാനതിന് പറയുന്നത് സ്വീകരിക്കപ്പെടുന്ന എനിക്കറിയത്തില്ല. പിന്നെ പദ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പിന്നീടാണ്. അതായത് വളർത്തോൾ, ആശാൻ, ഇവരുടെയൊക്കെ രചനകളാണ്. അതിനകത്ത് കേരളം ഒന്ന് ദേശീയതയും കേരളം എന്ന് പറയുന്നതിനകത്ത് ഈ മനോഹരമായ കേരളം, മനോഹരമായ ജനജീവിതം എന്ന രീതിയിലുള്ള നറേറ്റീവ്സാണ് കൂടുതൽ ഉണ്ടായത്. അപ്പോൾ അതിൽ കുമാരനാശാനെ
നവോത്ഥാനത്തിൻ്റെ ആദ്യനായകൻ എന്നൊക്കെ പറയുമ്പോൾ പോലും എനിക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തിനോട് ഒരുപാട് വിയോജിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മൊത്തം സാഹിത്യത്തെ പറയുന്നതിൻ്റെ ഇടയിൽ പറയാൻ പറ്റുന്നതല്ല. വിശേഷിച്ചും ദുരവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് കെയ്യിനൊക്കെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളെടുത്ത് വെച്ച് നോക്കിയാൽ മതി. അതിനകത്ത് ഇന്ന് ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്രയോഗങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ആശാനെ മതപഠനത്തെ സംബന്ധിച്ച് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. മാത്രമല്ല ഈ ടാസ്ക് ഹൈറാർക്കി എന്ന് പറയുന്നത് തന്നെ അതിനകത്ത് ഈ കോൺവെർസേഷനെ വളരെയധികം കിടക്കണം. അപ്പോൾ ആ കാലഘട്ടത്തിലെ ചരിത്ര സാഹചര്യത്തെ, സാമൂഹിക സാഹചര്യത്തിനെ വേണ്ട രീതിയിൽ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ കുമാരനാശാന് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വായനയിലേക്ക് നമുക്ക് എത്താൻ പറ്റി. ഇപ്പോൾ നിങ്ങളുടെ ചരിത്രബോധത്തിൽ നിന്നുകൊണ്ട് വായിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ സുന്ദരമായ കേരളം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അതിനകത്ത് കൂടുതലുണ്ട്. പുതു കവിതകളിലേക്ക് വരുമ്പോഴാണ് പല തരത്തിലുള്ള എല്ലാ ടൈപ്പ് ഐഡൻറ്റിറ്റി, എല്ലാ തരത്തിലുള്ള സൂക്ഷ്മ രാഷ്ട്രീയങ്ങളെയും പിന്നെ പലതരത്തിലുള്ള അതിജീവനങ്ങൾ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കാണാൻ സമയം തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വായിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. കാരണം പലതരത്തിലുള്ള ഗോത്ര ജീവിതം, പലതരത്തിലുള്ള ചേരി ജീവിതങ്ങൾ, പലതരത്തിലുള്ള തൊഴിൽ സാഹചര്യങ്ങൾ, പലതരത്തിലുള്ള തൊഴിൽ സാഹചര്യങ്ങളെ സാഹിത്യവും സിനിമയും കഥയും എല്ലാം കൊണ്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി രൂപപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ റിസോഴ്സും ഈ പറഞ്ഞ കൃതികൾ നിങ്ങൾ പരിശോധിച്ചാൽ കിട്ടും. ഇപ്പോൾ കുറേ അനീനാകാശങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരുടെ പേരെ നമുക്കറിയാം. ചർച്ച ചെയ്തെടുക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതിനെയും കുറിച്ച് വിളിക്കുകയാണ്. അപ്പോൾ പുതിയ കവിതയാണ് ഇത്തരത്തിലുള്ള ചരിത്രത്തോട് കുറച്ചുകൂടി നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു പിന്നെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. നാടകം അതിനകത്തേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ നവോത്ഥാനത്തിലുണ്ടായ ഒരു പ്രശ്നം നാടകത്തിൻ്റെ ഒരു ചരിത്ര സഞ്ചാരത്തിലും വന്നിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ പ്രചാരണ നാടകങ്ങൾ എന്ന ഒരു സങ്കല്പം കെ ദാമോദരൻ്റെ 1938 കെ ദാമോദരൻ്റെ പാട്ടബാക്കി, വർഷമാണ് പാട്ടബാക്കി എന്ന് പറയുന്ന നാടകം 200ഓളം സ്റ്റേജിൽ കേരളത്തിൽ അരങ്ങേറുന്ന കാലത്ത് ഇവിടെ ആൾക്കാർക്ക് പലർക്കും അക്ഷരാഭ്യാസമില്ല, എല്ലാവർക്കും പൊതുനിരത്തിലൂടെ എല്ലാവർക്കും നടക്കാവുന്ന സാഹചര്യമില്ല. പക്ഷേ ഈ നാടകം ആധുനിക കേരളം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്കും തൊഴിലാളി എന്ന് പറയുന്നതിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയെ തിരിച്ചറിയുന്നതിലേക്കും അങ്ങനെ അത്തരത്തിലുള്ള ഒരു പരിവർത്തനത്തിന് പ്രജ എന്ന ഐഡൻറ്റിറ്റിയിൽ നിന്ന് പൗരൻ സിറ്റിസൺ എന്ന ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് മാറാൻ ഒക്കെയുള്ള പിൽക്കാലത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെയും കാരണമായത് ആ ഒരു നാടകമാണ്. അത് ആ തരത്തിൽ പിന്നീടുണ്ടായ ഒരുപാട് നാടകങ്ങൾ, പിന്നീട് ശരിയുടെ കൂട്ടുകൃഷി, അതുപോലെ കെ.ടി. മുഹമ്മദിൻ്റെ നാടകം, അങ്ങനെ ഒരുപാട് പിന്നെ 50s 60s 70s ഒക്കെയുള്ള പീരീഡിലൊക്കെ ഉണ്ടായ നാടകങ്ങൾക്കൊക്കെയും ഈ രാഷ്ട്രീയ പ്രചരണ സ്വഭാവം കയറി വന്നിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പ്രചരണ സ്വഭാവം എന്ന് പറയുന്ന ഇത് കുറേ കാലം നിന്നെങ്കിലും പിന്നീട് ആധുനികതയുടെ ഒരു ഘട്ടം കവിതയിലും കഥയിലും നോവലിലും പ്രതികരിച്ച കാലത്ത് സത്യത്തിൽ അവർ കുറച്ചുകൂടി പേഴ്സണലൈസ് ചെയ്ത് എഴുതപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അത് സംഭവിച്ചത് 70s 80s 90s ആ ഒരു പീരീഡിൽ അങ്ങനെ കുറച്ചുകൂടി വ്യക്തി കേന്ദ്രിതമായ തോന്നലുകളിലേക്ക് ചരിത്രത്തെ സമൂഹത്തേക്കൊക്കെ മറന്നുകൊണ്ട് അവരവരുടെ സ്വകാര്യമായ എഴുത്തിലേക്കൊക്കെ കുറേയധികം പേര്, എല്ലാവരും കുറേയധികം പേര് സഞ്ചരിച്ചു. വേറെ വളരെ ഇതിനെ കേരളം എന്നതിനെ ബ്രേക്ക് ചെയ്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വായു പെർസ്പെക്റ്റീവിലേക്ക് പിന്നെ ചരിത്രം കുറച്ചുകയും മനുഷ്യ വ്യക്തിത്വത്തെയൊക്കെ കാണുകയും ചെയ്യും. ഈ കാലഘട്ടത്തിലും നാടകത്തിലും ചില പ്രതിരോധം, അതായത് ഗോത്രജനതയുടെ പക്ഷത്തിൽ പലതരത്തിലുള്ള അടിച്ചമർത്തലുകൾ, ഫാക്ടറി കൾച്ചറിലെ തൊഴിലിടങ്ങളിലെ പിന്നെ മൂലി നിരാകരണം, ഇതിനെയൊക്കെ സി.ജെ. തോമസും എനിക്കുള്ള കുറച്ചുകൂടി ഗാർഹിക വിഷയങ്ങളാണ്. ജി. ശങ്കരപിള്ളയും ഒക്കെ ഈ പറഞ്ഞതുപോലെയുള്ള ആരെയൊക്കെയാണോ മെയിൻ സ്ട്രീം സാഹിത്യവും എല്ലാം അതറാക്കി മാറ്റുന്നത് അവരെ എല്ലാത്തിനും ആ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള പ്രതിരോധങ്ങൾ നാടകത്തിലൂടെയാണ്. അത് കവിതയോ നോവലോ ചെയ്യാത്തയെടുത്ത് നാടകം അതിനെ ചെയ്തു. പിന്നെ അതിജീവൻ സർവൈവ് ചെയ്യുക എന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതെന്ന് പറയുമ്പോൾ ഇത് പറയുമ്പോൾ നാടകത്തിൻ്റെ അല്ലെങ്കിൽ കഥയുടെയോ കവിതയുടെ നോവലിൻ്റെ പ്രമേയം എന്നോ
അതിലെ സമീപനം എന്ന നിലയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ ടേംസ് എല്ലാം വരുമ്പോൾ അത് ആ കാലത്തെ ചരിത്രത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ കൂടിയാണ്. അതുകൊണ്ടാണ് ചരിത്ര ഗവേഷകർ എന്നത് പറയുന്നത്. അപ്പം അങ്ങനെ തരത്തിലുള്ള ഇതിൻ്റെ ഫലമായിട്ടുണ്ടായത് പലതരത്തിലുള്ള ബദലുകൾ സാധിക്കുന്നത് അത് നമുക്കറിയാം. സ്ത്രീ ചരിത്ര രചനയ്ക്ക് സാധിച്ചു, കീഴ്വൃത്തിയുടെ ചരിത്ര രചനയ്ക്കുള്ള സാഹചര്യങ്ങളാണ്, പലതരത്തിലുള്ള കീഴാളകളുടെ ചരിത്രത്തെ നിർണ്ണയിക്കാൻ പറ്റുന്നു. ഒരുപാട് പ്രാദേശികത അതിപ്പം ഒരുപാട് നോവലുകളൊക്കെ 2000-ന് ശേഷം ഒരുപാട് നോവലുകൾ അത്തരത്തിൽ വന്നിട്ടുണ്ട്. അംബിക സുധൻ മങ്ങാടിൻ്റെ, ഫ്രാൻസിസ് നൊറോണയുടെ, പി എ ഉത്തമൻ, അങ്ങനെ ഒരുപാട് രചയിതാക്കളുടെ പ്രതികളൊക്കെയും പ്രാദേശിക ചരിത്രത്തെയും കീഴാള ചരിത്രത്തെയും ഒക്കെ നിർണ്ണയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാഹിത്യത്തിൽ നിന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ട്. ഇനി ഈ സാഹിത്യത്തിൻ്റെ നിർമ്മിതികളെ കൺസ്ട്രക്ഷൻ, ഏത് തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കണം സാഹിത്യത്തിൽ നമ്മളിപ്പോൾ കണ്ടല്ലോ. പല കാലത്ത് പല രീതിയിലാണ് ഉണ്ടായിരുന്നത്. കേന്ദ്രവൽക്കരിച്ച് നിർത്തിയിരുന്ന, ഏറ്റവും മഹത്വവൽക്കരിച്ച് നിന്നിരുന്ന ജീവിതശൈലി ഏത്, പിന്നെ ഐഡൻറ്റിറ്റികൾ ഏത്, പിന്നീട് വരുമ്പോഴേക്കും പലതരത്തിലുള്ള പ്രതിരോധങ്ങളുടെ ഐഡൻറ്റിറ്റി ഒക്കെ ഉണ്ടായിരിക്കുമ്പോൾ പോലും ഈ നിർമ്മിതികൾ, സാഹിത്യത്തിൻ്റെ ഈ കൺസ്ട്രക്ഷനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ എല്ലാ കാലത്തും. അതിലൊന്ന് ജനപ്രിയത എന്ന് ആരുണ്ടാക്കിയതാണ്? ജനത്തിന് ഇഷ്ടം ഉണ്ടായിട്ട് തന്നെയാണ്. പക്ഷെ ഒരു തോന്നൽ, ഒരു വേവ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ അത്തരത്തിലുള്ള വേവ് വളരെയധികം സൃഷ്ടിക്കുന്നുണ്ട്. ഇതാണ് മെച്ചം. ഇപ്പം ചില കൃതികൾക്ക് പിന്നെ അനാവശ്യമായ പബ്ലിസിറ്റി, ഞാൻ കൃതികളുടെ പേരൊന്നും പറയുന്നില്ല, അത് ശരിയാകുന്നില്ല. അപ്പോൾ അനാവശ്യമായ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് അതിന് വലിയ മാർക്കറ്റ് ഉണ്ടാകുന്നു. അപ്പം ജനപ്രിയത എന്ന് പറയുന്ന ഒരു വേവിലൊക്കെ ഉണ്ടാവുകയാണ്. അല്ലാതെ അത് എല്ലാ ജനങ്ങൾക്കും ഇഷ്ടമായതുകൊണ്ടാണ്, ഇതാണ് ഇഷ്ടമെന്ന് വരുത്തി തീർക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകുന്നത്. പിന്നെ വരേണ്യത എന്ന് പറയുന്നത് ഒരു കാലത്ത് സാമുദായികതയാണെങ്കിൽ പല കാലത്തും അത് ക്ലാസിൻ്റെതായിട്ടുണ്ട്, പലതരത്തിലുള്ള വർഗത്തിൻ്റെതായിട്ടുണ്ട്, തൊഴിൽമാന്യത സങ്കല്പങ്ങളുടേതായിട്ടുണ്ട്, രാഷ്ട്രീയ അധികാര പക്ഷങ്ങളുടേതായ പല കക്ഷി രാഷ്ട്രീയ പക്ഷങ്ങളുടേതായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പലതും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, സാഹിത്യത്തിലെ കൺസ്ട്രക്ഷനെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി അതുപോലെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ സംഗതികളെല്ലാം, ഈ നിർമ്മിതികളെല്ലാം, ഈ പറയപ്പെടുന്ന നിർമ്മിതികൾ ഇങ്ങനെ പലതിനെ സ്വാധീനിക്കുമ്പോൾ പോലും അതിനുള്ളിൽ പലതരത്തിലുള്ള അപനിർമ്മിതികൾ, ഈ താഴെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പ്രമേയങ്ങളിൽ കേന്ദ്രിതമായുള്ള അപനിർമ്മിതികൾ, ഈ കൺസ്ട്രക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദേശം, ജാതി, വർണ്ണം, തൊഴിൽ, സ്വത്വം, ശരീരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നായകനും നായികയും, ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലൊക്കെയാണ് നായകനും നായികയും പ്രത്യേക ശരീര അളവുകളുള്ളവരായിരിക്കണം, പ്രത്യേക നിറമുള്ളവരായിരിക്കണം. അവരുടെ പെരുമാറ്റമാണെങ്കിൽ അവരുടെ ശബ്ദം പ്രത്യേക രീതിയിലുള്ളതായിരിക്കണം, അവരുടെ കണ്ണും മൂക്കും ഓരോ അവയവം അങ്ങനെയായിരിക്കണം, അവരുടെ മുഖം അങ്ങനെയായിരിക്കണം, അവരെ ഏതൊരു പ്രത്യേക അച്ചടിപ്പുണ്ടാക്കിയതുപോലിരിക്കണം, ചില പ്രത്യേക കുലത്തിൽ ജനിച്ചതായിരിക്കണം, പ്രത്യേക തൊഴിൽ ചെയ്യുന്നതായിരിക്കണം എന്നൊക്കെ പറയുന്നതിനുള്ള ശരീരസങ്കല്പം. ഇത് പണ്ട് ഭരണഘടന ഉണ്ടാക്കി വെച്ചതാണെങ്കിലും പിൽക്കാലത്ത് നമ്മുടെ സിനിമകളും നാടകങ്ങളും എല്ലാം ഇപ്പോൾ പോലും നമുക്ക് അതിനെ നമ്മുടെ നായിക സങ്കല്പങ്ങളെ അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പോലും പറ്റിയിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അതല്ലാതെയുള്ള കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടുള്ള കേന്ദ്ര കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടുള്ള സിനിമയ്ക്ക് കളക്ഷൻ കിട്ടാതെ പോവുകയും അത് മാർക്കറ്റിൽ വലിയ നഷ്ടം ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ പൊതുബോധത്തെ തിരുത്തുന്ന തരത്തിലുള്ള പിന്നെ സാഹിത്യ കൃതികളോ രാഷ്ട്രീയ ചരിത്ര നിർമ്മിതികളോ ഇവിടെ രൂപപ്പെട്ട് വന്നില്ല. അതിന് ശക്തി അടിച്ച് വരുന്നില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹത്തെ മാറ്റുന്ന തരത്തിലുള്ള. അപ്പോൾ അതുപോലെ ഈ അവതർമ്മിക്കപ്പെട്ടവയും അതിനകത്ത് ഈ പ്രമേയങ്ങളുടെ പ്രശ്നവൽക്കരിച്ച പ്രമേയം എന്ന രീതിയിൽ വരുന്നത് പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു കാലത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചത് പോലെയുള്ള സൗന്ദര്യാത്മകമായ പരിസ്ഥിതികളിൽ നിന്ന് നിലനിൽപ്പിന് വേണ്ടിയുള്ള അതിജീവനത്തിന് വേണ്ടിയുള്ള പരിസ്ഥിതി സങ്കല്പങ്ങൾ, പരിസ്ഥിതി സമരങ്ങളിലേക്ക് ജനകീയ മുന്നേറ്റങ്ങളെയൊക്കെ എടുത്ത് വിഷയമാക്കിക്കൊണ്ടുള്ള ഒരുപാട് രചനകൾ ഉണ്ടാകുന്നു. പരിസരം എന്ന് പറയുന്നത് പോലും അഴുക്കെന്നോ മലിനമെന്നോ ഒക്കെ പറയുന്ന തരത്തിലുള്ള കെ എസ് രതീഷിൻ്റെ
ഒരു കഫേയുടെ ഒരുപാട് സ്ഥലമൊക്കെ എഴുതുകയാണ്. അതിൻ്റെ ഒരു കഫേയുടെ പേര് മുള്ളലിൻ്റെ മണം എന്നാണ്. അത് ഗവൺമെൻറ് ആശുപത്രിയിലെ വാഷ്റൂമിൽ പിന്നെ ഒരു രോഗിയുടെ കുത്തിരിപ്പുകാരായ മനുഷ്യർ, പല രോഗികളുടെ കുത്തിരിപ്പുകാരായ മനുഷ്യർ അവർക്കൊന്നും ചെയ്യാനില്ലാതാകുമ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ പോകുന്നു വരുന്നു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവർ അവരുടെ ജീവിതത്തെ കുറിച്ചൊക്കെ പറയും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിസരം എന്ന് പറയുന്ന സങ്കല്പങ്ങളെ പലതരത്തിൽ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള രചനകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിൽ നിന്ന് പിന്നീട് രൂപപ്പെട്ട ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുറച്ചൊക്കെ പോവുകയാണ്. സബാൾട്ടൺ സ്റ്റഡീസ്, ജനറൽ സ്റ്റഡീസ്, ഹ്യൂമിലിയേഷൻ സ്റ്റഡീസ്, മനുഷ്യാന്തസ്സിനെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ, കഥാപാത്ര നിർമ്മിതികൾ, അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള പുതിയ ആവിഷ്കാരങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ഐഡന്റിറ്റി സ്റ്റഡീസ് ആകുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഐഡന്റിറ്റി സ്റ്റഡീസ് എന്നൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് കേട്ടിട്ടുള്ള ടേംസാണ് ഇതെല്ലാം. ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ഒരു ഇവൻറ്റിൻ്റെ തന്നെ റീകൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞാണ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഓഫ് സെയിം ഇവൻറ്റ്സ്. നേരത്തെ പറഞ്ഞ ഈ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞ തിരുവിതാംകൂർ സ്മാർട്ട് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുന്നു. പിന്നെ ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് സെയിം ടെക്സ്റ്റ്, ഒരൊറ്റ ടെക്സ്റ്റിൽ നിന്ന് തന്നെ പല ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാകും. അതായത് ഇപ്പോൾ രാമായണ കഥയിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു കാലത്ത് CN ശ്രീകണ്ഠൻ നായർ നെഗറ്റീവ് ക്യാരക്ടറായ രാവണനെയും അയാളെ പിൻപറ്റി നിൽക്കുന്ന കഥാപാത്രങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നാടകം ചെയ്യുന്നു. പിന്നീട് ആ നാടകം കണ്ടിട്ട് പിന്നെ നടൻ മുരളി അതിലെ രാവണനെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കവി വിജയലക്ഷ്മി ഒരു കവിത എഴുതുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള തുടർച്ചയായിട്ടുള്ള ഒരുപാട് ആവിഷ്കാരങ്ങൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവിക്കുന്നുണ്ട് സാഹിത്യത്തിൽ. പിന്നെ അടുത്തത് മീഡിയയിൽ വരുമ്പോഴേക്കും നിങ്ങൾക്കറിയാം. ഈ 3 മീഡിയ ഏതൊക്കെയാണെന്ന് അറിയാം. പ്രിന്റ് മീഡിയ, അതിനകത്തെല്ലാം ലിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയിൽ റേഡിയോ, ടെലിവിഷൻ, മൂവി ഇതെല്ലാം വരുന്നു. ഡിജിറ്റൽ മറ്റേതിനകത്താണെങ്കിൽ ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ, വെബ് മീഡിയ, പോഡ്കാസ്റ്റ്, വീഡിയോ ഗെയിം ഇതെല്ലാം കയറി വരുന്നു. അതിൻ്റെ ലിസ്റ്റ് ഞാൻ പറയുന്നില്ല. ഈ മീഡിയയിൽ എക്കാലത്ത് ആ മീഡിയയുടെ ഒരു എക്സാമ്പിളാണ് ഞാൻ ആ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇവിടെ അത് ഡൗൺലോഡ് ആയതില്ല. ഞാനൊന്ന് ട്രൈ ചെയ്യപ്പെട്ടെ. നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ മീഡിയ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സാഹിത്യമായിട്ട് എന്തൊക്കെ പറഞ്ഞു അതിനേക്കാൾ കുറേക്കൂടി ദയനീയമായ അവസ്ഥയാണ് സിനിമയുടെയും ഒക്കെ വശം. അതേസമയം ഡോക്യുമെൻ്ററി, ഷോർട്ട് ഫിലിം എന്നിവയിൽ വിപ്ലവാത്മകമായ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ നാടകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ആ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് അങ്ങനെ ഒരു അഭിനയ ചരിത്ര നിർമ്മിതി എല്ലാ തരത്തിലുള്ള ഏറ്റവും മാറ്റി നിർത്തപ്പെട്ട ജീവിതങ്ങളിൽ നിന്നുള്ള ആവിഷ്കാരങ്ങളൊക്കെ റിപ്പോർട്ടിൻ്റെ കാര്യം പറയുന്നതിനാണ്. ഇതൊക്കെ റിപ്പോർട്ടിനെ കുറിച്ചുള്ളൊന്ന് പറഞ്ഞിട്ടൊന്ന് നിർത്തിക്കോളാം. റിപ്പോർട്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഏഷ്യാനെറ്റിൻ്റെ മുതലാളി പറയപ്പെട്ടത് ഏഷ്യാനെറ്റിൻ്റെ ആക്ച്വലിയാണ്. പണ്ട് MP വീരേന്ദ്രകുമാറിൻ്റെ കാലത്ത് അദ്ദേഹം ഏത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു അതിനനുസരിച്ച് മാതൃഭൂമി എന്ന പത്രത്തിൻ്റെ ശൈലിമാണ്. ഇങ്ങനെയൊക്കെയുള്ള രീതികൾ റിപ്പോർട്ടിങ്ങിൽ വരും. അതിനേക്കാൾ ആണ് ഓൺലൈൻ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. വാർത്തയെ സംബന്ധിച്ചുള്ള തുടർ ചർച്ചകളും സംവാദങ്ങളും ഉണ്ടാകുന്നതിനകത്തൊക്കെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം പ്രവർത്തിക്കുന്നുണ്ട്. ഡിസ്ക്രിമിനേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. പാർഷ്യാലിറ്റി പലതരത്തിലുള്ള ചായ്വുകൾ ഉണ്ടായിരുന്നു. കാരണം ഇത് വളരെ വൈഡായിട്ടുള്ള ഏരിയ ഓടിച്ചങ്ങൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. മറ്റേ വീഡിയോ ഞാനൊന്ന് നോക്കട്ടെ. താങ്ക് യു ഡോക്ടർ സിമ. ചോദ്യങ്ങൾ വ്യക്തമാണ്. ചോദ്യം